ഇതെന്നാ പറക്കിയെടുക്കണേ? അടയ്ക്കേ? അടയ്ക്ക പൊഴിഞ്ഞു പോയത് കണ്ടോ? മണിമണി ഹാപ്പി കട്ടിങ് ആനിവേഴ്സറി. എന്നതാ? മണിമണി ഹാപ്പി കട്ടിങ് ആനിവേഴ്സറി. അതെന്താ സാധനം? അത് നിന്റെ ഹാപ്പി കട്ടിങ് ആനിവേഴ്സറി. അല്ല, ഈ മണിമണി കാപ്പി ഇത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നിന്റെ ആരാണ്ടേ വിവാഹ വാർഷികമല്ലേ? അത് കൊള്ളാം. അതിന് എന്നോടാണോ? എന്റെ ആരാണ്ടരയല്ല, വീട്ടിൽ എന്റെ മോടെ വിവാഹ വാർഷിക. അതിന് എന്നോടാണോ പറയണ്ടേ മണിമണി കാപ്പി കട്ടിങ് ആനിവേഴ്സറി? എങ്ങനെയാ പറയണ്ടേ? എന്തിനാ എന്റെ പൊന്നിയേട്ടാ ഇത്ര ബുദ്ധിമുട്ട് ഈ വായി വരിയല്ലാത്ത ഭാഷയൊക്കെ പറയുന്നേ? അല്ല, ഞാൻ കുറച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലും പറയണ്ടേ? ഇംഗ്ലീഷ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇംഗ്ലീഷിൽ ഞാൻ ഭയങ്കര ആളായിരുന്നു. ഭയങ്കര എക്സ്പേർട്ടാണ്. ലിറ്ററേച്ചറാ. ആണോ? അതെ, നിന്റെ മോടെ കല്യാണ വാർഷികല്ലേ? ആ കൊച്ചിനോട് ഒരു ആശംസ പറഞ്ഞേര് കേട്ടോ എന്നങ്ങ് പറഞ്ഞാ പോരെ? അത് ശരിയല്ലെന്നേ. അതിന് എന്നെ കണ്ടപ്പോ കാപ്പി മണിമണി എന്നതാണോ? ഇതാണോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ? എന്റെ പൊന്നിയേട്ടാ, ഈ എന്നാ എന്റെ മൈ ഗോഡ് എന്നൊക്കെ പറയുന്ന പോലെ ഈ മലയാളം അല്ലേ നമ്മുടെ തനി ഭാഷ, മാതൃഭാഷ. അത് പറഞ്ഞാ പോരെ? അതിനെ ഈ അറിയാൻ പാടില്ലാത്തൊരു ഭാഷ തള്ളിക്കയറ്റി ഈ ചിലര് കേൾക്കാം എനിക്ക് മലയാളമേ അറിയത്തില്ല, എനിക്ക് ഇംഗ്ലീഷേ വായി വരുള്ളൂ എന്ന് പറഞ്ഞാലേ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നേ? കാപ്പി മണിമണി കാപ്പി കട്ടിങ് ആനിവേഴ്സറി. അല്ല, ഈ കട്ടിങ് എന്നതാ അതിന്റെ ഇടയിൽ കൊണ്ടുവന്നത്? കട്ടിങ് എന്ന് പറയുമ്പം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം ആവൂലേ? ഒരു കൊല്ലം ആകുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പിരിയും. അതിനെ കട്ട് ചെയ്ത് പിരിയും. അതാണോ കട്ടിങ് ആനിവേഴ്സറി? അല്ലെങ്കിൽ കേക്ക് മുറിക്കുന്നതിനും പറയാം. കൊള്ളായതായാലും അപ്പം ആശംസ അറിയിക്കുന്ന നിങ്ങൾ രണ്ടാളും രണ്ടു വഴിക്കാവട്ടെ എന്നുള്ള അതിലായി. അല്ല, അങ്ങനെയാണല്ലോ ഇപ്പൊ നടന്നു വരുന്നത് മൊത്തം. അത് കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. മണിമണി കാപ്പി കട്ടിങ് ആനിവേഴ്സറി കൊള്ളാം. നീ അത് പറയണം. പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് വരരുത്. നീ അങ്ങനെ ഓടല്ലേ? എന്നതാ ഈ പറഞ്ഞത്? അല്ല, ഞാനീ പഠിച്ച ഇംഗ്ലീഷ് കുറച്ചെങ്കിലും ഇടയ്ക്ക് പറഞ്ഞില്ലേ? മറന്നു പോകുന്നു. പിന്നെ ഞാൻ മുഴുവൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കണേ. ആണോ? ഓ, മലയാളം അറിയത്തേ ഇല്ലായിരിക്കും അല്ലേ? ABCDEFG HIJKLMNOP QRSTUVW അയ്യോ, ഇത് അമേരിക്കക്കാർ തോറ്റു പോകട്ടോ. അതാണ് ഞാൻ. സംഭവം തന്നെ സമ്മതിച്ചു.